വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടിയാണ് പരീക്ഷാ പേടി. ആ പരീക്ഷാ പേടി ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ, ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നതിൽ മറ്റുള്ളവർക്ക് ഒരുപാട് പങ്കുണ്ട്. അത് മാതാപിതാക്കളായിരിക്കാം, ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ അധ്യാപകർ പോലും അത്തരത്തിലുള്ള ഒരു പരീക്ഷാ പേടി കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. ഈ പരീക്ഷാ പേടിയെ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് പാരൻസ് ആണെങ്കിൽ എപ്പോഴും എണീറ്റ് പഠിക്കുമെന്ന് പറയാതെ അവർക്ക് ആവശ്യത്തിന് പഠിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അതേപോലെ ഒന്ന് കൂടെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അതേപോലെ അവർ ചിലപ്പോൾ പഠിച്ചുകൊണ്ട് ഉറങ്ങിപ്പോകും കുട്ടികൾ. അങ്ങനെയുള്ള സമയത്ത് അവരെ വീണ്ടും വിളിച്ച് എണീപ്പിക്കാതെ ആ ഉറങ്ങുന്നവർ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പഠിക്കാം. അപ്പോൾ ആ ഒരു സമയം അവർക്ക് അങ്ങനെ കൊടുക്കുക. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ കുട്ടികളോട് പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്, നീ കുറച്ചും കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം സാധിക്കും. അങ്ങനെ ഒരു സപ്പോർട്ടും, മെൻ്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ എക്സ്റ്റേണൽ സപ്പോർട്ടും, അതായത് കുട്ടികളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് കൊടുത്താൽ തന്നെ അവർ പഠിച്ചോളൂ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ 2-3 വർഷത്തെ അല്ലെങ്കിൽ മാക്സിമം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കി അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അത് മാത്രമല്ല സമയം ഷെഡ്യൂൾ ചെയ്തിട്ട്, അപ്പോൾ ഇത്ര സമയം ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂർ സെറ്റ് ചെയ്ത് ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ആൻസേഴ്സ് എഴുതി നോക്കുകയാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അത് എഴുതി തീർക്കാൻ പറ്റും. എല്ലാ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ആ സ്പീഡിൽ വേഗത്തിൽ എഴുതാൻ പറ്റും, അതോടൊപ്പം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പിന്നീട് ചെയ്യേണ്ടത് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയും. അതായത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം. കുറേ കാണുമ്പോൾ നമുക്ക് മല പോലെ തോന്നുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയല്ല, അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ച് അത് പിന്നെ ഒന്ന് എഴുതി പഠിച്ച് പിന്നെ ഒന്ന് മനസ്സിൽ പറഞ്ഞ് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും പ്രയാസമുള്ളത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ലാസ്റ്റിലേക്ക് വെക്കുക. അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതും വേഗം മനസ്സിലാകും. പിന്നീട് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറേ വായിച്ചിട്ട് കാര്യമില്ല, എല്ലാം നമ്മളുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അതേസമയം നമ്മൾ എഴുതിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ, റൈറ്റിംഗ് മേക്സ് എ പെർഫെക്റ്റ് മാൻ എന്നാണ്. എഴുതി പഠിക്കുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയെ പേടി കൂടാതെ നേരിടാൻ പറ്റും. പിന്നീട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എഴുതാൻ പറ്റും. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പം നമ്മൾ കുട്ടികൾ ആകെ ഒരു ടെൻഷനായിട്ട് ചെയ്യുന്ന കാര്യമാണ്, എസ്സേ എഴുതുമ്പോൾ വളരെ ഷോർട്ടാക്കും. പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ അത് വലുതാക്കി എഴുതും. അപ്പോൾ നമുക്കറിയാം പാരഗ്രാഫ് എത്ര എഴുതിയാലും കിട്ടുന്നത് 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അതിനപ്പുറമായിരിക്കും. മറ്റേത് അതേസമയം എസ്സേ ആണെങ്കിൽ 10 മാർക്ക്, 7 മാർക്ക്, അങ്ങനെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് എഴുതാനുള്ള, അല്ലെങ്കിൽ ആ ചോദ്യത്തിനനുസരിച്ച് എഴുതാനുള്ള ആ ഒരു ടാക്ടിക്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ പാരഗ്രാഫാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്ര വേർഡ്സ് വേണ്ടുള്ളൂ. അതേസമയം എസ്സേ ആണെങ്കിൽ 1.5 പേജിനടുത്ത് എഴുതുകയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് എഴുതുമ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം. അതേപോലെ ഭക്ഷണം, ഉറക്കം. നമ്മൾ പറയാറുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പരീക്ഷയൊക്കെ, ചിലപ്പോൾ പരീക്ഷാ സമയത്ത് പേടി വന്നിട്ട് പിന്നീട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഷിവറിങ്, അതേപോലെ തലവേദന, വിറയൽ, പനി, പേടിച്ചിട്ട് പനി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. പരീക്ഷ സമയത്ത് നമുക്കറിയാം കുട്ടികൾ ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും, അതേപോലെ വെള്ളം കുടിക്കൽ കുറവാണ്, ഉറങ്ങാറില്ല.
ഉറക്കം തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരീക്ഷയെ വളരെ കോൺഫിഡൻസോട് കൂടി നേരിടാൻ സാധിക്കും. ഹാവ് എ നൈസ് ഡേ.